അത് ഞാൻ സിപിഎം പ്രതിനിധിയിലേക്ക് പോകുന്നു. ഡോക്ടർ ഷിജു ഖാൻ, ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ഇത്തരം മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾക്കോ ചർച്ച ചെയ്ത് ആരെങ്കിലും ജയിക്കാനോ തോൽക്കാനോ ഒന്നുമല്ല നമ്മൾ ഇത്തരം ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. പോരായ്മ സിസ്റ്റത്തിന് സംഭവിച്ചാലും ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചാലും വ്യക്തികൾക്ക് സംഭവിച്ചാലും ആ പോരായ്മയായി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുകൂടി ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഉണ്ടായ മരണം അത്യധികം വേദനിപ്പിക്കുന്നതാണ്. ആ മരണത്തിൻ്റെ വാർത്തയും കുടുംബാംഗങ്ങളുടെ വേദനയുമൊക്കെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വാദം ഉന്നയിച്ച് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും ഞങ്ങൾ ആരും ശ്രമിക്കുന്നില്ല. ഈ മരണം അങ്ങേയറ്റം വേദനാജനകമാണ്. അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കൂടുതൽ എന്താണ് സംഭവിച്ചതെന്നും വസ്തുതാപരമായി എന്തൊക്കെയാണ് അവിടെ ഉണ്ടായതെന്നുമുള്ള വിവരങ്ങൾ കുറെ കൂടി ആധികാരികമായി അന്വേഷണങ്ങളിലൂടെ പുറത്ത് വരണം. അതോടൊപ്പം ഇങ്ങനെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴാനുണ്ടായ സാഹചര്യം മാത്രമല്ല, പഴക്കം വന്ന കെട്ടിടങ്ങളിൽ ആളുകൾക്ക് അവരവിടെ എത്തുകയും അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം, അക്കാര്യത്തിൽ കർശനമായ നിലപാട് എല്ലാ തലങ്ങളിലും സ്വീകരിക്കേണ്ടതുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റിംഗ് നടക്കുന്നു, അതിന്റെ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. എന്നാൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ പഴയ കെട്ടിടത്തിൽ അതിന്റെ ഷിഫ്റ്റിംഗ് അടിയന്തരമായി തന്നെ പൂർത്തീകരിച്ച് ആളുകൾക്ക് സുഗമമായ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന, ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം. ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ ആരാണ് ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് ചോദിക്കാൻ കാരണം, ഒരു കെട്ടിടം തകർന്നു വീഴുന്നു. അവിടെ അവലോകന യോഗം ഉണ്ടായിരുന്നത് കൊണ്ട് ആരോഗ്യമന്ത്രിയും മന്ത്രി വി എൻ വാസവനും വളരെ വേഗം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ യോഗം നടക്കുന്നതുകൊണ്ട് മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു, വളരെ വേഗം എത്തുന്നു. പക്ഷെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരെ ധരിപ്പിച്ചിരുന്നത് എന്നുകൊണ്ടായിരിക്കാം. ആദ്യത്തെ പ്രതികരണം നിസ്സാരമായ പരിക്കുകളോടെ 3 പേർ അവർക്ക് ചികിത്സ നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു കെട്ടിടം ആകെ കൂടി തകർന്ന് വീണ് തരിപ്പണമായി മുന്നിൽ കിടക്കുകയാണ്. അതിനടിയിൽ ഒരാൾ പെട്ടുകിടക്കുന്നുണ്ടാകുമോ എന്നൊരു സംശയം പോലും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് അവിടെ ഒരു തിരച്ചിൽ നടക്കാൻ വൈകിയത്. എത്ര വൈകിയാണ് തിരച്ചിൽ നടന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ. 10:30-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. 12 മണിക്കാണ് ഒരു തിരച്ചിലേക്ക് പോകുന്നത്. അതെപ്പോഴാണ്? ഈ വിശ്രുതൻ എന്ന വ്യക്തിയുടെ ബന്ധു പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞ ശേഷമാണ് അവിടേക്ക് ഫയർഫോഴ്സ് എത്തുന്നത്, തിരച്ചിൽ തുടങ്ങുന്നത്. തിരച്ചിൽ നടത്താനുണ്ടായ ദുർഘടമായ സാഹചര്യം വേറെ നിൽക്കുന്നു. പക്ഷേ വേറെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് പറഞ്ഞതോടുകൂടി അതിനുള്ള ഒരു തിരച്ചിലിനുള്ള സാധ്യത തന്നെ അവിടെ അടയ്ക്കുന്നതാരാണ്? മന്ത്രിമാരാണ്. അതിന്റെ ഉത്തരവാദിത്വമില്ലേ ഡോക്ടർ ഷിജു ഖാൻ? ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രിയായാലും അതോടൊപ്പം നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയായാലും കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയാണ്. അവരൊക്കെ അങ്ങേയറ്റം അവരുടെ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അവരുടെ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ശ്രമിക്കുന്നവരാണ്. അങ്ങേയറ്റം അതിൽ ആത്മാർത്ഥത പുലർത്തുന്നവരുമാണ്. ഈ സംഭവത്തിന് ശേഷം പ്രാഥമികമായ ഒരു വിവരം പങ്കുവയ്ക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു പ്രതികരണം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മറ്റൊന്നും ഉണ്ടാകരുതേ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളിലേക്കൊന്നും ഉണ്ടാകരുതേ എന്ന ഒരു ആഗ്രഹമാണ് നമ്മുടെ എല്ലാ മനസ്സിൽ ഉള്ളത്. അപ്പോൾ മന്ത്രിമാരെന്ന നിലയിലും അത്തരമൊരു സന്ദർഭത്തിൽ അവരുടെ പ്രതികരണം അവർക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ അവരത് പറഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയോ അല്ലെ രക്ഷാപ്രവർത്തനം പിന്നീട് അങ്ങനെ വൈകി വന്നാൽ മതിയെന്നോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തെ പിന്നെ തടസ്സപ്പെടുത്തുന്നതോ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്
നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. രക്ഷാപ്രവർത്തനം വൈകി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ മന്ത്രിമാരോട് അവിടെയുള്ളവർ അറിയിച്ചതായിരിക്കാം, അവിടുത്തെ ഡോക്ടർമാരുടെ സംഘമായിരിക്കാം, ആശുപത്രി വൃത്തങ്ങളായിരിക്കാം, പറഞ്ഞതായിരിക്കാം. പക്ഷെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണല്ലോ മുന്നിൽ. ഒരു കെട്ടിടം തകർന്നതാ വീണ് കിടക്കുന്നു, അതിനടിയിൽ ഒരാൾ ഉണ്ടായിരിക്കാമോ എന്നൊരു സംശയം പോലും ഇല്ലാതാകുന്നതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അവതരിപ്പിക്കാനല്ലോ മന്ത്രി നിൽക്കുന്നത്, അതല്ലല്ലോ മന്ത്രിയുടെ ഉത്തരവാദിത്തം. ഇതേ മന്ത്രി തന്നെ കുറച്ചു കഴിഞ്ഞ് UDF കാലത്ത് കെട്ടിടത്തിൽ വന്നിരിക്കുന്ന പരാതി അടക്കം വേഗം സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെയുള്ള സാവകാശം മന്ത്രിക്ക് കിട്ടുന്നുണ്ടല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.